സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളത്തിന് മുമ്പ് 100 കോടി ക്ലബ്ബിൽ കയറിയ ഇൻഡസ്ട്രികളാണ് തമിഴ്, ഹിന്ദി, തെലുങ്ക്, മറാത്തി ഇൻഡസ്ട്രികൾ. ആദ്യത്തെ 100 കോടി ക്ലബ്ബിന് വേണ്ടിയേ ഈ ഇൻഡസ്ട്രികൾക്ക് അധികം കാത്തിരിക്കേണ്ടി വന്നുള്ളൂ. പിന്നീട് ഇവയിൽ മറാത്തി ഒഴിച്ച് എല്ലാ ഭാഷകളിലും നിരവധി 100 കോടി ചിത്രങ്ങൾ ഉണ്ടായി. പുലിമുരുകനാണ് മലയാളത്തിൽ നിന്നും ആദ്യമായി 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയ ചിത്രം. അന്യഭാഷകൾ പോലെ ആദ്യ 100 കോടിക്ക് ശേഷം പിന്നീട് നിരവധി 100 കോടി ചിത്രങ്ങൾ നേടാൻ സാധ്യത നമ്മളുടെ ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. പ്രവചനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും അപ്പുറമാണ് ബോക്സ് ഓഫീസ്. എങ്കിലും മലയാളത്തിലെ അടുത്ത 100 കോടി ക്ലബ്ബിൽ ഇടം നേടാൻ സാധ്യതയുള്ള നടന്മാർ മോഹൻലാലും പൃഥ്വിരാജും ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ മോഹൻലാൽ തന്നെയായിരിക്കും അടുത്ത 100 കോടി ക്ലബ്ബിലും ഇടം നേടുക. കാരണം ഒടിയൻ എന്ന ചിത്രമാണ്. 40 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ലക്ഷ്യം വെക്കുന്നത് അന്യഭാഷാ പ്രേക്ഷകരെയും കൂടിയാണ്. ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഒടിയൻ. പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ബഡ്ജറ്റ് ഇതിലും ഉയർന്നേക്കാം എന്നാണ്. കാരണം അത്രത്തോളം നിലവാരമുള്ള VFX ആവശ്യപ്പെടുന്ന കഥാപശ്ചാത്തലമാണ് ഒടിയൻ്റേത്. ഇന്ത്യൻ പ്രേക്ഷകർക്ക് സുപരിചിതമല്ലാത്ത ഒരു പ്രമേയം കൂടിയാണ് ഒടിയവിദ്യ എന്നത്. ഒടിയന് ശേഷം അല്ലെങ്കിൽ ഒടിയൻ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയില്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത ഊഴം പൃഥ്വിരാജിൻ്റേതായിരിക്കും. 300 കോടി ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന കർണനാണ് ചിത്രം. ചിത്രത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ പുരോഗമിക്കുകയാണ്. ഈ വർഷം തന്നെ ചിത്രീകരണം ആരംഭിക്കും എന്നാണ് സൂചന. പല ഭാഷകളിലായി ഒരുങ്ങുന്ന ചിത്രം അന്നുവരെയുള്ള മലയാള സിനിമയുടെ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയുടെ തന്നെ പല റെക്കോർഡുകളും തകർത്തേക്കാം. അതുകൊണ്ട് തന്നെ 100 കോടി എന്നത് പൃഥ്വിയുടെ കർണനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമേ അല്ല. മമ്മൂട്ടിക്ക് 100 കോടി ക്ലബ്ബിൽ ഇടം നേടാൻ സാധ്യതയുള്ള ചിത്രങ്ങളാണ് പയ്യമ്പള്ളി ചന്തു, കുഞ്ഞാലിമരയ്ക്കാർ എന്നീ ചിത്രങ്ങൾ. ചർച്ചകൾ പുരോഗമിക്കുന്ന ഈ പ്രോജക്റ്റുകൾ എന്നാൽ ഇതുവരെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടില്ല. ദുൽഖർ ജെമിനി ഗണേഷിൻ്റെ വേഷത്തിലെത്തുന്ന ബഹുഭാഷാ ചിത്രമായ സാവിത്രിയും 100 കോടി ക്ലബ്ബിൽ ഇടം നേടാൻ സാധ്യതയുള്ള ചിത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മലയാളം ചിത്രത്തിലൂടെ അല്ലെങ്കിലും ദുൽഖർ സൽമാനും 100 കോടി ക്ലബ്ബിൽ പ്രവേശിച്ചേക്കും. ബോക്സ് ഓഫീസ് പ്രവചനാതീതമാണ്. ഈ ചിത്രങ്ങളെക്കാളും മുമ്പേ 100 കോടി ക്ലബ്ബിൽ ഇടം നേടുന്ന ചിത്രങ്ങളും പ്രതീക്ഷിക്കാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.